വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. ഗണേഷ് കുമാർ വിഷയത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഭാര്യയോട് ബിന്ദു മേനോനോട് ഗണേഷ് കുമാർ ക്ഷമ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. സംഭവിച്ച കാര്യങ്ങളിൽ ക്ഷമാപണം നടത്തി ഒരു കോംപ്രമൈസിന് ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. സ്വാഭാവികമായും പരാതിയുമായി ഭാര്യ മുന്നോട്ട് പോകില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ മുഖ്യമന്ത്രിയെയും LDFനെയും ഒക്കെ ധരിപ്പിച്ചിരിക്കാം. അതനുസരിച്ച് ഒരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പുറത്തു വന്നത്. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഭാര്യ രംഗത്ത് വന്നിരുന്നു. വാളകത്തെ വീട്ടിൽ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ മുന്നോട്ട് വെച്ച ആരോപണം. മാധ്യമങ്ങളിലൂടെ പരസ്യമായി അവർ അത് പറയുകയും ചെയ്തു. അതിനുശേഷം ഗണേഷ് കുമാർ രാജിവെച്ചേക്കുമെന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ വിവാദത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഭാര്യ ബിന്ദു ഗണേശിനോട് ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ വിവാദത്തിൽ ഒരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതൊരു പക്ഷേ LDF നേതൃത്വമൊക്കെ ഇടപെട്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടപെട്ടുണ്ടാക്കിയ ഒരു കോംപ്രമൈസ് ആയിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത ഗണേഷ് രാജിയിലേക്ക് എന്ന് തന്നെയായിരുന്നു. അതനുസരിച്ചുള്ള തീരുമാനം ഏതാണ്ട് മുഖ്യമന്ത്രി അടക്കം എടുത്തു എന്നായിരുന്നു വിവരങ്ങൾ. ഇതിനിടയിൽ ഇത്തരം ഒരു കോംപ്രമൈസിന്റെ സാധ്യതകൾ കൂടി തേടുന്നുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു രഞ്ജിത്ത്. അതായത് ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇത്തരം അനുനയ നീക്കം ഉണ്ടായി, ഒത്തുതീർപ്പുണ്ടായി. താൻ ഇന്നലെ വൈകാരികമായി പ്രതികരിച്ചതാണ്. 13 വർഷത്തെ വൈവാഹിക ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ മാത്രം പേരിൽ അവസാനിപ്പിച്ച് പോകേണ്ടതല്ല. അതുകൊണ്ട് ഗണേഷ് താനുമായി സംസാരിച്ചു, ക്ഷമാപണം നടത്തി. ആർക്കും തെറ്റുപറ്റാം. അതുകൊണ്ട് താനിക്ക് പരാതിയില്ല, പോലീസിൽ പരാതി നൽകില്ല എന്ന കാര്യമാണ് ബിന്ദു മേനോൻ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റും, അതുകൊണ്ട് ഇട്ടെറിഞ്ഞ് പോകേണ്ടതില്ല. ഒപ്പം ഇന്നലെ ഗണേഷ് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണമാണ് പ്രകോപനമുണ്ടാക്കിയത്. തുടർന്ന് താൻ വൈകാരികമായ പ്രതികരണം നടത്തി. ഇതാണ് ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഗണേഷ് കുമാർ ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നു. ഭാര്യയെ വിളിച്ച് ക്ഷമാപണം നടത്തി. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ഉള്ള നീക്കമാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. അതായത് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഗണേഷ് ഭാര്യയോട് ക്ഷമാപണം നടത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നീക്കം നടത്തുകയാണ്. ഇപ്പോൾ ഈ ഭാര്യ മാധ്യമങ്ങളോട് തന്റെ നിലപാട് കൂടി തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഈ വിവാദങ്ങൾ അവസാനിക്കുമോ, മന്ത്രിസ്ഥാനം നിലനിർത്താൻ കഴിയുമോ, അതല്ലെങ്കിൽ സർക്കാരിന്റെ അവസാന കാലത്ത് രാജിവെച്ച് പോവേണ്ടി വരുന്ന മന്ത്രി, കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ രാജിവെച്ച് പോവേണ്ടി വരുന്ന മന്ത്രി എന്ന പേരുദോഷം അദ്ദേഹത്തിന് ഒഴിവാക്കാനാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മുന്നണി യോഗവും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മുന്നണി യോഗവും മുഖ്യമന്ത്രിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് നടത്തി ഈ കുടുംബ പ്രശ്നം പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതനുസരിച്ച് ഗണേഷ് നീങ്ങി എന്നുകൂടി നമുക്ക് അനുമാനിക്കാം. എന്തായാലും സാഹചര്യം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്തായാലും ഗണേഷ് ഒത്തുതീർപ്പിലേക്ക് തന്നെയാണ്, ഈ പ്രശ്നം ഒത്തുതീർപ്പിലേക്കാണ്, വഴിത്തിരിവിലേക്കാണ്. തനിക്ക് പരാതിയില്ല എന്ന കാര്യം പറയുന്നു. നമുക്കറിയാം ഇന്നലെ സംഭവിച്ച കാര്യം. DGPക്ക് പരാതി നൽകുന്നു, മുഖ്യമന്ത്രി നിലപാടെടുക്കണമെന്ന് പറയുന്നു. ഭാര്യ ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ബിന്ദു മേനോൻ പറഞ്ഞിരിക്കുന്നത് പ്രതികാര നടപടിക്ക് താൻ ഇല്ല എന്ന് പറയുന്നു. പരാതി ഒത്തുതീർപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് താൻ പോകുന്നു എന്ന് പറയുന്നു. തനിക്ക് ഗണേഷ് കുമാറിനോട് അത്രയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇന്നലത്തെ പ്രതികരണം അത് വൈകാരിക പ്രതികരണമാണ് എന്ന് ബിന്ദു മേനോൻ പറയുന്ന പശ്ചാത്തലമുണ്ട്. അതനുസരിച്ച് ഭാര്യയോട് ഗണേഷ് കുമാർ മാപ്പ് പറയുന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പരാതി ഒത്തുതീർപ്പാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് വലിയ തോതിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്, ആദ്യം ബിന്ദുവിൻ്റെ സഹോദരിയോട് ക്ഷമ പറഞ്ഞു, അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നും ബിന്ദു മേനോൻ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഇന്നലെ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ നടന്ന മാധ്യമങ്ങൾ നടത്തിയ പ്രതികരണങ്ങൾ അത് വൈകാരികമായിരുന്നു എന്നുകൂടി മന്ത്രിയുടെ ഭാര്യ പറയുന്ന പശ്ചാത്തലം ഈ വിവാദത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മന്ത്രി വിളിച്ചിരുന്നു, മന്ത്രി സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ബിന്ദു മേനോൻ വ്യക്തമാകുന്നത്. മനസ്സിലാക്കേണ്ടത് രാജിയില്ല, സൈത്ത് രാജി ഉണ്ടാവില്ല എന്നുള്ള വിവരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുകയുമില്ല.
അങ്ങനെ അവസാനിപ്പിക്കാനാണ് നോക്കുന്നത് രഞ്ജിത്ത്. കാരണം രണ്ട് രീതിയിലാണ് പ്രശ്നം. ഒരേ സമയം ഈ ആക്ഷേപം നേരിട്ട ഒരു വ്യക്തിയെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോവാൻ മുന്നണിക്ക് കഴിയില്ല, മുഖ്യമന്ത്രിക്ക് കഴിയില്ല, അങ്ങനെ ഒരു സാഹചര്യം. അതേസമയം രാജിവെച്ചാൽ അതുണ്ടാക്കുന്ന ക്ഷീണവും ചെറുതല്ല, അത് മുന്നണിക്ക് പൊതുവിൽ ക്ഷീണമുണ്ടാക്കും. ഏറ്റവും അവസാന കാലത്ത് സർക്കാർ നേരിടേണ്ടി വരുന്ന വലിയ വികസന അജണ്ടകളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു ആക്ഷേപം വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കും. അത് പത്തനാപുരത്ത് മാത്രമല്ല, സംസ്ഥാനമാകെ തന്നെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഈ ഒരു തിരിച്ചറിവിൽ കൂടിയാവണം ഏറ്റവും ഫലപ്രദമായ ഒരു സൊല്യൂഷൻ ഇത് തന്നെയാണ് എന്ന ആലോചനയിലേക്ക് വരികയും ഈ നീക്കവും ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബിന്ദു മേനോൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മുമ്പ് 13 വർഷത്തെ ജീവിതത്തിൽ മുമ്പും പലതരമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ആലോചനകൾ നടന്നു. പക്ഷേ എന്തായാലും അത്രയ്ക്കധികം ഇഷ്ടമാണ് ഗണേഷ് കുമാറിനെ. അതുകൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ താനില്ല. ഇതേക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇനി ചർച്ച നടക്കരുത് എന്ന അപേക്ഷ കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. പോലീസിന് പരാതി നൽകില്ല, പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകും. ക്ഷമ പറഞ്ഞാൽ തീരുന്നതായിരുന്നു, അതിനാണ് താൻ വെയിറ്റ് ചെയ്തത്. ജീവിതത്തിൽ തെറ്റെല്ലാവർക്കും പറ്റും, മന്ത്രിയായതിനാൽ അത് എല്ലാവരും അറിഞ്ഞുവെന്ന് മാത്രം. ഇതാണ് ബിന്ദു മേനോൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഒരു കുടുംബ തർക്കമാണ്, അത് അങ്ങനെ തന്നെ അവസാനിക്കുന്നു എന്നതാണ് ബിന്ദു മേനോൻ പറയുന്നത്. ഇന്നലെ ഗണേഷ് കുമാർ അവരുമായി നടത്തിയ നീക്കങ്ങൾ തന്നെയാവണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് രാവിലെ നടത്തിയ ആ പ്രതികരണമാണ് അവർ തുടർന്ന് പ്രകോപനപരമായി മുന്നോട്ട് വന്ന് കാര്യങ്ങൾ വൈകാരികമായി ഏറ്റെടുത്ത് താൻ പറഞ്ഞത് എന്നതാണ് ബിന്ദു മേനോന്റെ വാക്കുകൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ DGPക്ക് അടക്കമുള്ള പരാതി ഗാർഹിക മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം KB ഗണേഷ് കുമാറും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തും. ഒരു കാര്യം വ്യക്തമാണ്, രാജിയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിരിക്കുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. ഭാര്യയുമായി കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ബിന്ദു മേനോനുമായി ബന്ധപ്പെട്ട് ബിന്ദു മേനോട് ക്ഷമാപണം നടത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. തുടർന്ന് രാജി വേണ്ട എന്ന നിലപാടിലേക്ക് മന്ത്രി എത്തുന്ന സാഹചര്യം വളരെ പ്രസക്തവും വളരെ പ്രധാനവുമാണ്. ഈ പറഞ്ഞതുപോലെ LDF നേതാക്കളടക്കം മുന്നോട്ട് പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന പശ്ചാത്തലം ഉണ്ട്. അതനുസരിച്ച് നോക്കിയാൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. നയത്തിലുള്ള എല്ലാ വഴികളും തുറന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദം കാര്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. മന്ത്രി പത്നി അതിനുശേഷം മാധ്യമങ്ങളോട് മന്ത്രിക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് മാറ്റിവെച്ച് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും തുടർന്ന് അത് സംഭവിക്കുകയുമാണ് എന്നാണ് മനസ്സിലാകുന്നത്.